ഇടുക്കി കുമളി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന യുവാവിന് ഇനിയും ചികിത്സാ ചെലവിനുള്ള തുക അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ 7 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ചെലവാക്കിയിരുന്നത്. സർക്കാർ വാഗ്ദാനം ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ ആശുപത്രിയിൽ നിന്ന് യുവാവിനെ ഡിസ്ചാർജ് ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ മാർച്ച് 29-നാണ് വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലി സ്വദേശി രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ രാജീവിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജീവിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ പ്രതിഷേധം ശക്തമായിരുന്നു. പിന്നാലെ പീരുമേട് MLA വാഴൂർ സോമൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രാജീവിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കി. 20 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം തിരികെ എത്തിയ രാജീവിന്റെ ആരോഗ്യനില വീണ്ടും ഗുരുതരാവസ്ഥയിലാവുകയും രണ്ടാമതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 6 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 2 ലക്ഷം രൂപയുമാണ് ചിലവായത്. ഇതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ആശുപത്രിയിൽ അടച്ചിട്ടുള്ളത്. ബാക്കി തുക സർക്കാർ ഇതുവരെയും ആശുപത്രിയിൽ കെട്ടിവെച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ രാജീവും കുടുംബവും വലിയ പ്രതിസന്ധിയിലാണെന്ന് കുടുംബവുമായി സംസാരിച്ച ശേഷം കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. അങ്ങനെ മൊത്തത്തിൽ ചികിത്സയ്ക്ക് ചെലവായ തുക 8 ലക്ഷം രൂപയാണ്. ഈ 8 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിലേക്ക് വനം വകുപ്പ് കൊടുത്തിട്ടുള്ളത്. ബാക്കി തുക അടയ്ക്കാതെ 7 ലക്ഷം രൂപ അടയ്ക്കാതെ ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നുള്ള നിർബന്ധത്തിൽ ഹോസ്പിറ്റൽ അധികൃതർ അവിടെ കഴിയുകയാണ്. ഇതിനോടകം നൽകിയിട്ടുള്ള സർക്കാരിൻ്റെ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ ഹോസ്പിറ്റൽ അധികൃതർ വളരെ നിരാശാപൂർണമായിട്ടുള്ള ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനെ ബലി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ദുരവസ്ഥ അങ്ങേറ്റം നിരാശാജനകവും പ്രതിഷേധകരവുമാണ്. മുഴുവൻ തുകയും അടയ്ക്കാതെ രാജീവിനെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ചികിത്സാ ചെലവ് പൂർണ്ണമായും അടച്ച രാജീവിനെയും കുടുംബത്തെയും തിരികെ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. ജനം, ഇടുക്കി.